നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെന്നും വളരണം, വചനമൊഴുകണം, ലോകമെങ്ങും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം, നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന എപ്പിസോഡിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 35-ാം തിരുവചനം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താനാകും? പീഡനവും പട്ടിണിയോ നഗ്നതയോ വാളോ ആപത്തോ വരാനിരിക്കുന്നവയ്ക്കോ ഉന്നതത്തിനോ ആഴത്തിനോ ദൈവത്തിൻ്റെ ദൂതനോ മരണത്തിനോ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താനാകാതിരിക്കട്ടെ. അപ്പസ്തോലൻ്റെ ആഴമായ ആധ്യാത്മികത സ്വന്തമാക്കിയവരാണ് രക്തസാക്ഷികൾ. സഭാജീവിതത്തിലെ അനിവാര്യമാണ് രക്തസാക്ഷികളുടെ സാന്നിധ്യം. നമ്മെ ഭീതിപ്പെടുത്തും രക്തസാക്ഷികളുടെ മരണം. ശ്രീലങ്കയിൽ അടുത്ത നാളിൽ നടന്ന മരണം, നൈജീരിയയിൽ ഓരോ ദിവസവും കൊല്ലപ്പെടുന്നവർ, മിഡിൽ ഈസ്റ്റിൽ കിടങ്ങിൽ നിരയായി കിടത്തി കൊല്ലപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കടൽ തീരത്ത് നിരനിരയായി നിർത്തിയിട്ട് കഴുത്തറുത്ത് കൊന്ന സംഭവങ്ങൾ, എത്രയോ സംഭവങ്ങളാണ് നമുക്ക് ഭീതി ഉണ്ടാകുന്നത്. നമുക്ക് രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മകൾ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവിടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മതമർദ്ദനം, കൊറിയയിൽ, ചൈനയിൽ, ഇന്ത്യയിൽ, മറ്റ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാതെ ഈ പരമ്പരയിൽ നാം വിവിധ രാജ്യങ്ങളിൽ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ അനുഭവിക്കുന്ന പീഡകളെക്കുറിച്ച് ധ്യാനിച്ചു. നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വമാണുള്ളത്. സഭയ്ക്ക് സമാധാനം നൽകണമേ, ശാന്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. എങ്കിലും നമുക്ക് വിശുദ്ധ ജെറോമിൻ്റെ വാക്കുകൾ ഓർക്കാം. രക്തസാക്ഷികളുടെ ചുടുനിണം സഭയുടെ വിത്ത്. എവിടെ വിത്ത് വീഴുന്നോ മുളയ്ക്കുക തന്നെ ചെയ്യും. അത് ചെറിയൊരു വിത്ത്, ദൈവം അതിനെ മുളപ്പിക്കും. അതാണ് അത്ഭുതകരമായിട്ട് നമുക്ക് ഈ രക്തസാക്ഷികളുടെ ജീവിതം പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഒരുപക്ഷെ അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഓരോ രക്തസാക്ഷിയും ഈ മരണത്തെ സ്വീകരിക്കുന്നത്. എത്ര അത്ഭുതമാണ്! ഈ കണ്ടുമുട്ടിയ രക്തസാക്ഷികളിൽ ഒരാൾ പോലും അയ്യോ എന്നെ കൊല്ലരുതേ എന്നാരും പറയുന്നില്ല. അതിന് പകരം എന്നെ വധിക്കൂ, എനിക്ക് സ്വർഗം ലഭിക്കട്ടെ, എൻ്റെ പിതാവിൻ്റെ പക്കൽ ഞാൻ എത്തട്ടെ, എനിക്ക് എൻ്റെ ഈശോയെ കാണാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയല്ലേ, അതിന് വലിയൊരു മൂല്യമുണ്ട്. നമുക്ക് ഇങ്ങനെ രക്തസാക്ഷിത്വം വരികയാണെങ്കിൽ നാം അന്ന് എന്ത് പറയുമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ച് പോയിട്ടുണ്ട്. ചിലപ്പോൾ ഓടി ഒളിച്ചേക്കാം, അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കും. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വന്നാൽ അതിനെ നേരിടാനുള്ള അനുഗ്രഹവും നമുക്ക് കിട്ടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിതിൽ രക്തസാക്ഷിത്വം വരിക്കുന്നവർ മെത്രാന്മാരുണ്ട്, വൈദികരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, അൽമായരുണ്ട്. നമ്മുടെ ഭാരതത്തിൽ നിന്ന് അൽമായർ ധാരാളമുണ്ടോ? ഇല്ല. വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക്, ഭാരതത്തിൽ നിന്ന് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട ഒരേ ഒരു രക്തസാക്ഷിയേ ഉള്ളൂ. അത് നമുക്കേവർക്കും പ്രിയങ്കരനും അടുത്ത് പരിചയമുള്ള ദൈവസഹായം പിള്ള, വാഴ്ത്തപ്പെട്ട ദൈവസഹായം പിള്ള. വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ള.
വിശ്വാസത്തെ പ്രതി രക്തസാക്ഷിത്വം വരിച്ച ഭാരതത്തിൻ്റെ അൽമായ പ്രതിനിധിയാണ് വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ള. മഹനീയ കുടുംബ പാരമ്പര്യം, ബഹുഭാഷാ പണ്ഡിതൻ, ആയോധനകലയിലെ പ്രാവീണ്യം, തിരുവിതാംകൂർ രാജകുടുംബവുമായുള്ള ബന്ധം എന്നിങ്ങനെ നിരവധിയായ സൗഭാഗ്യങ്ങളെ യേശുവിനായി ഉപേക്ഷിച്ച ധീരനാണ് അദ്ദേഹം. ക്രിസ്തുവിശ്വാസിയായതിനാൽ നേരിടേണ്ടി വന്ന ദീർഘമായ തടവും പീഡനങ്ങളും അവഹേളനവും ഒറ്റപ്പെടലും അങ്ങനെ പലവിധമായ പരീക്ഷണങ്ങളിൽ ഒന്നിനു പോലും അദ്ദേഹത്തിൻ്റെ ദൈവിക ബോധ്യത്തെ ചലിപ്പിക്കാനായില്ല. അസാമാന്യ വിശ്വാസബോധ്യത്തിനുടമയായ ദേവസഹായം പിള്ള ഭാരതസഭയ്ക്ക് അഭിമാനമാണ്. ദൈവസഹായം പിള്ള എന്ന് പറഞ്ഞാൽ അദ്ദേഹം ലാസർ എന്ന പേരാണ് സ്വീകരിച്ചത്, ലാസർ. അതുകൊണ്ട് പിള്ളയായതുകൊണ്ട് ആ പേര് മാറ്റിയില്ല. അതൊക്കെ പിന്നീട് സ്വല്പം ബുദ്ധിമുട്ടുകൾ ഈ രംഗത്തുണ്ടായി. അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായിട്ട് ഉയർത്തുന്നതിന് അദ്ദേഹം ഹിന്ദു തന്നെയായിരുന്നു, പിള്ള എന്ന പേര് ചേർത്തില്ലേ, ദൈവസഹായം പിള്ള. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് അദ്ദേഹം വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടത്. ഇനി അദ്ദേഹം വിശുദ്ധിയുടെ പദവിയിലേക്കും ഉയർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. അതിന് നിമിഷം പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രമിക്കുന്ന ശാലോം കുടുംബത്തിലെ ഓരോ അംഗവും വാഴ്ത്തപ്പെട്ട ദൈവസഹായം പിള്ളയെ എത്രയും വേഗം വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർത്തി ഞങ്ങൾക്ക് അഭിമാനമാക്കി മാറ്റണമേ എന്ന് നമുക്ക് അപേക്ഷിക്കണം. എന്തുകൊണ്ട്? ഒരേ ഒരു അൽമായൻ എന്നാണ് ജനിച്ചത്. 1712 ജനിക്കുന്നത്. ഈ കന്യാകുമാരി ജില്ല, ഇപ്പോഴത്തെ കന്യാകുമാരി ജില്ലയിലാണ് 1712. മരിക്കുന്നതോ 1752. 40 വയസ്സ് വരെ ജീവിച്ചുള്ളൂ. അദ്ദേഹം വലിയ ധനാഢ്യ കുടുംബത്തിലാണ്, നല്ല പാരമ്പര്യമുള്ള കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഒരു രാജകുടുംബം തന്നെ. മാർത്താണ്ഡവർമ്മ രാജാവാണ് ഈ തിരുവിതാംകൂർ ഭരിച്ച് ഇരുന്ന ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അത് നല്ലൊരു രാജകുടുംബത്തിൽ തന്നെ അദ്ദേഹം ജനിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ ചെറുപ്പത്തിൽ തന്നെ സമ്പത്തുകളുടെ നടുവിലാണ്. എല്ലാ സുഖലോലും എല്ലാ സൗകര്യങ്ങളും, ആ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല സൗകര്യമുള്ള എല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് സംസ്കൃതവും തമിഴും മറ്റു ഭാഷകളും എല്ലാം പഠിക്കാനുള്ള സൗകര്യമായി. അതുപോലെ വേദവും നന്നായിട്ട് പഠിച്ചു. മറ്റ് സൗകര്യങ്ങളെല്ലാം, ആയുധങ്ങളിലൊക്കെ നല്ല പരിശീലനം നേടി. അപ്പം ഒരു ഉന്നതകുല ജാതനായതുകൊണ്ട് അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും അദ്ദേഹത്തിന് ലഭിക്കുകയും അതിന് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന എല്ലാ മികവുറ്റുള്ള പരിശീലനവും എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു എന്ന് മാത്രമല്ല, ഇതിലെല്ലാം അദ്ദേഹം വളരെ സമർത്ഥനുമായിരുന്നു. പഠിക്കാനുള്ള അവസരമുണ്ടെന്ന് മാത്രമല്ല, മുൻനിരയിൽ നിന്നു. അതുകൊണ്ട് അദ്ദേഹം സ്വാഭാവികമായിട്ടും രാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് സൈന്യങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വം, അവരുടെ കാര്യങ്ങൾ നടത്തുക, അവർക്ക് ശമ്പളം കൊടുക്കുക, ഭക്ഷണമൊക്കെ സമയത്ത് എത്തിച്ചു കൊടുക്കുക, അങ്ങനെ അവരുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന ഒരു കാര്യസ്ഥനായിട്ട് അദ്ദേഹത്തെ നിയമിക്കുകയാണ്. അദ്ദേഹം ഒരു ജ്ഞാനപ്പുമാൾ എന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അത് ഉന്നതകുല ജാത തന്നെ, അവരുടെ അതേ കുലത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ വിവാഹം കഴിച്ചു. അങ്ങനെ സന്തോഷകരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് 1741 കുളച്ചൽ യുദ്ധം. ആ കുളച്ചൽ യുദ്ധത്തിൽ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ജയിക്കുകയാണ്. ഡച്ചുകാരുമായിട്ടാണ് കുളച്ചൽ യുദ്ധമുണ്ടാകുന്നത്. ഡച്ചുകാർ തോറ്റു എന്ന് മാത്രമല്ല, അവരുടെ സൈന്യാധിപൻ എവക്രിസ്റ്റിയ ദെ ലാനോയി, ഡിലിനായി എന്ന് അദ്ദേഹത്തെ എളുപ്പത്തിൽ ആളുകൾ വിളിക്കുന്നു ഡിലിനായി. നമുക്ക് ഡിലിനായി എന്ന് തന്നെ ഓർക്കാം. അദ്ദേഹം ഡച്ചുകാരൻ അദ്ദേഹത്തെ പിടിച്ചു, തടവറയിലാക്കി. അദ്ദേഹത്തെ തടവറയിലേക്ക് കൊണ്ടുവന്നു. തടവറയിലായിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ രാജാവ് വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തോട് പെരുമാറിയെന്ന്. അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, എനിക്കിപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് സഹായം തരികയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ സൈന്യത്തെ പരിശീലിപ്പിക്കാം. നല്ല ഒരു നിർദ്ദേശമായിട്ട് കണക്കാക്കി ഈ ഡിൽനായി രാജാവിൻ്റെ മനം കവർന്നു തൻ്റെ സ്വഭാവം കൊണ്ട്. അതിന് അദ്ദേഹത്തെ സഹായിച്ചത് എന്താണ്? വിശ്വാസമാണ്. കത്തോലിക്ക വിശ്വാസം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നതുകൊണ്ട് താൻ പഠിച്ച സുവിശേഷ മൂല്യങ്ങളിൽ അദ്ദേഹം അടിയുറച്ചു നിന്നു. അത് പങ്കുവച്ചു ജീവിതത്തിൽ അത് പങ്കുവെച്ചപ്പോൾ അതൊരു പ്രകാശം. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. ആ പ്രകാശം മലമേൽ പണിതിരിക്കുന്ന പട്ടണം പോലെയും പീഠത്തിൽ തെളിച്ചു വെച്ച ദീപം പോലെയും എന്നൊക്കെ നാം വായിക്കുകയല്ലേ.
അങ്ങനെ അദ്ദേഹം താൻ സുവിശേഷത്തിൽ ജീവിക്കുമ്പോൾ, സുവിശേഷ മൂല്യങ്ങളിൽ ജീവിക്കുമ്പോൾ നാമും അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. പ്രകാശത്തിന് അന്ധകാരത്തിൻ്റെ സമീപത്ത് അന്ധകാരമില്ലല്ലോ. ആ പ്രകാശത്തിൽ ജീവിക്കുന്ന എല്ലാവരിലും പ്രകാശം എത്തുമല്ലോ. നമുക്കത് നന്നായിട്ട് നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കാം. സുവിശേഷ മൂല്യങ്ങളിൽ നാം ആഴപ്പെട്ട് ജീവിച്ചാൽ നമ്മെ കണ്ടുമുട്ടുന്ന വ്യക്തികളിലും പ്രകാശമായിട്ട് അതെത്തും. അതാണ് ഈ സൈന്യാധിപൻ ഡിലിനായി അദ്ദേഹത്തിൻ്റെ തടവറയിലായിരിക്കുമ്പോഴും തൻ്റെ സുവിശേഷത്തിൽ ദേഷ്യമൊന്നുമില്ലാതെ സന്തോഷമായിട്ട് ഏറ്റവും ഉപചാരത്തോടു കൂടി മറ്റുള്ളവരോട് ഇടപഴകുകയും പെരുമാറുകയും ചെയ്തതുകൊണ്ട് അദ്ദേഹത്തെ രാജാവിന് ഇഷ്ടമായി തൻ്റെ സൈന്യാധിപനായിട്ട് നിയമിച്ചു. ആ അവസരത്തിൽ ആ പട്ടാളക്കാരുടെ എല്ലാം കാര്യങ്ങൾ നോക്കിയിരുന്നത് ദൈവസഹായം പിള്ളയാണ്. നീലകണ്ഠപിള്ള എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേര്. അപ്പം നീലകണ്ഠപിള്ള അദ്ദേഹമാണ് പിന്നീട് ലാസർ ദൈവസഹായം പിള്ളയായി മാറിയത്. ഇപ്പം നീലകണ്ഠപിള്ള അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. സ്വാഭാവികമായിട്ടും ഈ സൈന്യാധിപൻ ഡിലിനായിട്ട് വളരെ അടുത്തിടപെട്ടു. ആ അവസരത്തിൽ ഇദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട്, ഈ നീലകണ്ഠപിള്ളയ്ക്ക് വ്യക്തിപരമായിട്ട് വളരെയധികം നഷ്ടങ്ങളുണ്ടായി. ഒന്നിന് പുറമേ ഓരോ കാര്യങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ മിസ്ഫോർച്യൂൺസ് നെവർ കം സിംഗ്ലി എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് സങ്കടങ്ങളുണ്ടാകുമ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. അതിൽ അദ്ദേഹത്തിൻ്റെ ആടുമാടുകൾ ചത്തുപോയി, കന്നുകാലികൾ അതുപോലെ തന്നെ പെട്ടെന്ന് നശിച്ചു, സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, ഇങ്ങനെ ഓരോന്ന് കടന്നു വന്നു. അപ്പോൾ നമ്മുടെ ഈ സൈന്യാധിപനോട് ഈ ദുഃഖങ്ങൾ പങ്കുവച്ചു കാര്യസ്ഥൻ എന്ന നിലയിൽ. അദ്ദേഹം പറഞ്ഞു, ഭയപ്പെടണ്ട, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ആഗ്രഹിക്കുന്നതിലും ചോദിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്ന സർവശക്തന് നീ വിശ്വസിച്ചാൽ മതി. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോസ്തലന്മാരുടെ പ്രബോധനം 16-ാം അധ്യായം 31-ാം തിരുവചനം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. നമ്മൾ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്ന അവിടത്തേക്ക് എന്നും സഭയിലും യേശുക്രിസ്തുവിലും മഹത്വമുണ്ടാകട്ടെ. ഈ വചനങ്ങളൊക്കെ അദ്ദേഹത്തെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കണ്ണു തുറന്നു. ഏകരക്ഷകൻ യേശു ക്രിസ്തു, ഈ സൈന്യാധിപന് അദ്ദേഹത്തെ പഠിപ്പിച്ചതാണ്. എന്തൊരു വലിയൊരു ചൈതന്യമാണല്ലേ. ഏകരക്ഷകൻ യേശു ക്രിസ്തു. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളെ ആരാധിക്കുന്നതൊക്കെ വിഗ്രഹങ്ങളെയാണ്, എന്നാൽ വിഗ്രഹങ്ങളെ സൃഷ്ടിച്ച ഒരുവനുണ്ട്, അവനെയാണ് ആരാധിക്കേണ്ടത്. ഇത് അദ്ദേഹത്തിന് വലിയ അത്ഭുതമായി. അദ്ദേഹം പരീക്ഷിച്ചു. ഏകരക്ഷകൻ യേശു, ദൈവമേ കടന്നു വരണമേ, രക്ഷിക്കണമേ. ആ സ്നേഹമെല്ലാം അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ഹൃദയത്തിൽ സ്വീകരിച്ചു. അദ്ദേഹം എന്നു മാത്രമല്ല, വൈദികനിൽ നിന്ന്, ഈശോ സഭാംഗമായൊരു വൈദികനിൽ നിന്ന് അദ്ദേഹം ജ്ഞാനസ്നാനവും സ്വീകരിച്ചു. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ ജ്ഞാനപ്പൂ അമ്മാൾ, അവർ ത്രേസ്യ എന്ന പേര്, നീലകണ്ഠപിള്ള ദൈവസഹായം പിള്ള അല്ലെങ്കിൽ ലാസർ എന്ന പേര് സ്വീകരിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. രണ്ടുപേരും ഭർത്താവിൻ്റെ സ്വാധീനം കൊണ്ട് ഭാര്യയും. ഇവർ ജ്ഞാനസ്നാനം സ്വീകരിച്ച് അവരങ്ങനെ ജീവിക്കുന്നത് കണ്ടപ്പോൾ മറ്റുള്ളവർ എതിർക്കുകയാണ്. പക്ഷെ മഹാരാജാവ് മാർത്താണ്ഡവർമ്മ എല്ലാ ക്രിസ്ത്യാനികളെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതി ആയതുകൊണ്ട് അത് അദ്ദേഹം അത്ര കാര്യമാക്കിയില്ല. ശത്രുക്കൾ വന്ന്, ദേവസഹായം പിള്ളയുടെ ശത്രുക്കൾ വന്ന് പറഞ്ഞു, അദ്ദേഹം ക്രിസ്ത്യാനിയായി, പലരെയും ക്രിസ്ത്യാനികളാക്കാൻ പരിശ്രമിക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങ് എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കണം. അത് മാർത്താണ്ഡവർമ്മ അത്ര കാര്യമാക്കിയില്ല. അതുകൊണ്ട് മഹാരാജാവ് അത്ര ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു കടുത്ത ആരോപണവുമായിട്ട് വന്നു. അങ്ങനെയാണല്ലോ നമ്മെ ഇഷ്ടമില്ലാത്തവരെ തകർക്കുന്നതിന് നാം ഏത് തരത്തിലുള്ള ആരോപണങ്ങളും സ്വീകരിക്കുമല്ലോ, വഴികൾ. ശത്രുക്കൾ ഇവിടെ ഈ ദൈവസഹായം പിള്ളയുടെ ജീവിതത്തിൽ സ്വീകരിച്ചു. അദ്ദേഹം അഴിമതിക്കാരൻ ചിത്രീകരിച്ചു. രാജാവിൻ്റെ മുമ്പിൽ പറഞ്ഞു അദ്ദേഹം അഴിമതി ചെയ്യുന്നുണ്ട്. അതിനുള്ള തെളിവുകളൊക്കെ അവർ സൃഷ്ടിക്കുകയും അത് ബോധ്യപ്പെടുത്തുവാൻ പരിശ്രമിക്കുകയും ചെയ്തു. അദ്ദേഹം തൻ്റെ രാജാവ് വിളിച്ചു ചോദിച്ചു, നീ ഇത് ചെയ്യുന്നുണ്ടോ? നിഷേധിക്കാനൊന്നും ദൈവസഹായം പിള്ള നിന്നില്ല. കാരണം അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവളും കാണിച്ചു കൊടുത്ത ക്രിസ്തുവിൻ്റെ പ്രതീകം. അവൻ കൊല്ലാൻ കൊണ്ടുപോകുന്ന ആടുകളെപ്പോലെ നിശബ്ദനായിരുന്നു, കൊലയ്ക്കുള്ള ആടിനെ പോലെ നിശബ്ദനായിരുന്നു. ഓരോ ദിവസവും വധിക്കപ്പെടുന്നുണ്ട്. 44-ാം സങ്കീർത്തനം 22-ാം വചനം നാം പഠിക്കുന്നതല്ലേ.
കൊലയ്ക്കുള്ള ആളിനെ പോലെ. അത് നിശബ്ദനായിരുന്നു, യേശുവിനെ പോലെ അത് നിശബ്ദനായിരുന്നു. അങ്ങേക്കെല്ലാം അറിയാമല്ലോ. മഹാരാജാവ് അദ്ദേഹത്തെ വധിക്കുന്നതിന് വേണ്ടിയുള്ള കൽപ്പനയാണ് പുറപ്പെടുവിക്കുന്നത്. വലിയ സന്തോഷമായി ശത്രുക്കൾക്ക് അദ്ദേഹത്തിന് വധിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ പീഡിപ്പിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിച്ചുകൊണ്ട് കൊണ്ടുപോവുകയാണ്. പക്ഷെ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു, ഈ ഭസ്മം ഇത്തിരി പൂശിയാൽ മതി, ഒരു നിമിഷം നാമം ജപിച്ചാൽ മതി, നിനക്ക് രക്ഷപ്പെടാം. അദ്ദേഹം പറഞ്ഞു, ഒരു നാമമേ ഉള്ളൂ, യേശു നാമം. ഈ ലോകത്തിൽ രക്ഷയ്ക്കായിട്ട് യേശു നാമം മാത്രമേ ഉള്ളൂ. ഏക രക്ഷകൻ വിളിച്ചു പറഞ്ഞു അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തെ അവർ പീഡിപ്പിക്കുകയും കഴുത്തിൽ മുരിക്കിൻ്റെ മുള്ളെല്ലാം അതിൻ്റെ പുഷ്പങ്ങളും എല്ലാം ചാർത്തി വഴിയിലൂടെ നടത്തുകയും വിളിച്ചു പറയുകയെല്ലാം ചെയ്ത് അദ്ദേഹത്തെ അപമാനിച്ചു, അദ്ദേഹത്തെ അടിച്ചു, അദ്ദേഹത്തെ തടവറയിലാക്കി. അങ്ങനെ അദ്ദേഹത്തിന് പട്ടിണിക്കിട്ടു. കടുത്ത പീഡകൾ അദ്ദേഹത്തിന് സഹിക്കേണ്ടി വന്നു. അപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ അവസരത്തിൽ മാനസാന്തരത്തിന് വേണ്ടി രാജാവ് പരിശ്രമിച്ചു. പക്ഷേ പീഡനം കൊണ്ടൊന്നും വാഴ്ത്തപ്പെട്ട ദൈവസഹായം പിള്ളയുടെ മനസ്സ് മാറിയില്ല. ആരിലാണ് വിശ്വാസം അർപ്പിച്ചതെന്ന് എനിക്കറിയാമെന്ന അപ്പസ്തോലൻ്റെ ആഴമായ ആധ്യാത്മികത ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ ഈ ഒരു ഹൈന്ദവനായ സഹോദരന്, വെറും വിശ്വാസം സ്വീകരിച്ചിട്ട് വെറും ദിവസങ്ങളായിട്ടുള്ള മാസങ്ങളായിട്ടുള്ള ഈ സഹോദരന് അനുഭവപ്പെടുകയാണ്. എന്തൊരു അത്ഭുതമാണ്. അദ്ദേഹത്തിന് 4-5 വർഷങ്ങൾ മാത്രമേ വിശ്വാസത്തിലുള്ളൂ. പക്ഷെ പാരമ്പര്യമായിട്ട് വിശ്വാസമുള്ള നമുക്ക് പലപ്പോഴും നാം ദൈവത്തെ നിസ്സാരമായിട്ട് തള്ളിപ്പറയും, പീഡകൾ വരുമ്പോൾ പ്രത്യേകിച്ച്. എന്നാൽ ഇവിടെ ഇവരും വളരെ കുറഞ്ഞ വർഷങ്ങൾ മാത്രം വിശ്വാസത്തിൽ ജീവിച്ച ആ വ്യക്തി, ഞാൻ ഒരിക്കലും പ്രലോഭനങ്ങൾക്ക് വഴങ്ങുകയില്ല എന്ന് ശക്തമായി പറഞ്ഞു. അതുകൊണ്ട് വീണ്ടും രാജാവിൻ്റെ അടുത്ത് ഇവർ ചെന്നു. അപ്പോഴവർ ഒരു എരുമയുടെ മുകളിൽ പുറത്ത് കയറ്റിയിരുത്തി ഗ്രാമങ്ങൾ തോറും കൊണ്ടു നടന്നു. അദ്ദേഹത്തെ വീണ്ടും രാജാവ് പറഞ്ഞു, അദ്ദേഹത്തിന് ഓരോ ദിവസവും 30 അടി കൊടുക്കുക. 30 അടി കൊടുത്തതിന് ശേഷം അടിയുടെ മുറിവിൽ മുളക് പുരട്ടുക, അങ്ങനെ വെയിലത്തിരുത്തുക. ഒരുപക്ഷെ മാനസാന്തരപ്പെട്ടേക്കാം. ഒരു എരുമയുടെ പുറം കൊണ്ടോ ഒരടി കൊണ്ടോ മുളക് കൊണ്ടോ ഒന്നും മനസ്സ് മാറുന്നവനായിരുന്നില്ല. ഇത് പാറയിൽ പണിത ഭവനത്തിന് തുല്യമായിരുന്നു ദൈവസഹായം പിള്ളയുടെ ജീവിതം. അത് പാറമേൽ പണിതാണ്. കാറ്റ് വന്നു, വെള്ളപ്പൊക്കമുണ്ടായി, ഭവനം വീഴുകയില്ല. കാരണം അത് പാറപ്പുറത്താണ്. ദൈവസ്നേഹമാകുന്ന പാറപ്പുറത്ത് പണിയപ്പെട്ടതായിരുന്നു ദൈവസഹായം പിള്ളയുടെ ജീവിതം എന്ന് നമ്മെ അത്ഭുതപ്പെടുത്തണം. അദ്ദേഹത്തിന് വീണ്ടും ഇതുപോലുള്ള മതമർദ്ദനം എല്ലാം നൽകി അദ്ദേഹത്തെ കാരാഗൃഹത്തിൽ അടച്ചു. ഇനി കാരാഗൃഹത്തിൽ എപ്പോഴെങ്കിലും നിനക്ക് മാനസാന്തരം വരുന്നുണ്ടെങ്കിൽ നിനക്ക് മാറ്റം വരട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അത്ഭുതം, അദ്ദേഹം ഏകദേശം 3 വർഷവും 40 ദിവസവും കാരാഗൃഹത്തിലായിരുന്നു. 3 വർഷവും 40 ദിവസവും ഇത് കടുത്ത പീഡകളായിരുന്നു, മതമർദ്ദനമായിരുന്നു. ഈ 3 വർഷവും മനസ്സ് മാറി. എന്തൊരു വിശുദ്ധിയുള്ള ജീവിതമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതെന്ന് നമുക്ക് ദർശിക്കാം. പക്ഷേ കാരാഗൃഹത്തിൽ അത്ഭുതങ്ങളാണ് നടന്നത്. അതാണ് അദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കുന്നത്. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് സമ്പത്ത്, ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് നൽകുമെന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ. ദൈവം നിനക്ക് മുമ്പേ പോകും, രഹസ്യ സങ്കേതത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ധനശേഖരം തരുമെന്ന ഏശയ്യായുടെ പ്രവചനം ദൈവസഹായം പിള്ളയുടെ അടുത്ത് വരുന്നവർക്ക് അന്വർത്ഥമാകുകയാണ്. കടന്നു വരുന്നവരോട് സുവിശേഷം പ്രസംഗിക്കുകയാണ്. നമ്മുടെ കർത്താവ് അനുഭവിച്ച പീഡകളോട് ചേരുമ്പോൾ ഇന്നത്തെ കഷ്ടപ്പാടുകൾ എത്ര നിസ്സാരങ്ങളെന്ന് അദ്ദേഹം പറയുകയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ അനുഗ്രഹങ്ങളാണ് കിട്ടുന്നത്. ധാരാളം ആളുകൾ കാണാൻ വരികയാണ് ഈ കാരാഗ്രഹത്തിലേക്ക്. അദ്ദേഹം അത്ഭുതം കിട്ടുകയല്ലേ, നമ്മളാണെങ്കിലും പോവുകയില്ലേ, ഒരു അത്ഭുതം കിട്ടും, രോഗശാന്തി ഉണ്ടാകും, സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകും എന്നെല്ലാം കണക്കാക്കിയാൽ നമ്മൾ അന്വേഷിച്ച് പോവുകയില്ലേ. ആളുകൾ എന്നും അന്വേഷിച്ച് വരാൻ തുടങ്ങി. ഉടൻ തന്നെ അദ്ദേഹത്തെ ആരെയും കാണരുത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിലക്കി. അപ്പോൾ അദ്ദേഹം കൊടുത്തുവിട്ട ആളുകൾ അപ്പോൾ ഈ കാവൽക്കാരോടൊക്കെ കൊടുത്തിട്ട് ഇതൊന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തൊട്ട് ഞങ്ങൾക്ക് തരിക എന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങാൻ ആൾ ക്യൂ ആയി. എന്തൊരു അത്ഭുതമാണ്. ഇത്രയും ആളുകൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്താൽ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ സാധിച്ചു. ദൈവത്തിൻ്റെ അത്ഭുതം. ദൈവമേ, നിൻ്റെ വഴികൾ എത്ര നിഗൂഢങ്ങൾ, അജ്ഞേയങ്ങൾ, നിൻ്റെ മനസ്സറിഞ്ഞവരാരുണ്ടെന്ന് വിശുദ്ധ പൗലോസ്ലീഹ
അപ്പസ്തോലൻ അത്ഭുതപ്പെടുമ്പോൾ നമ്മുടെ മുമ്പിൽ നേർക്കാഴ്ചയായിട്ട് നിൽക്കുകയാണ് വാഴ്ത്തപ്പെട്ട ദൈവസഹായം പിള്ളയുടെ ജീവിതം. അപ്പോൾ വീണ്ടും ആളുകൾ വരുന്നു, കൂടുതൽ ആളുകൾ മാനസാന്തരപ്പെടുന്നു. അത് കൂടുതൽ അപകടമുണ്ടാക്കുമെന്ന് കരുതി അദ്ദേഹത്തെ വധിക്കുവാൻ ഓർഡർ ഇടുകയാണ്. 1752 ജനുവരി 14 അദ്ദേഹത്തെ കാറ്റാടിമല എന്ന സ്ഥലത്ത് അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയാണ്. ഒന്ന് മാത്രമല്ല, ആദ്യം 3 പ്രാവശ്യം വെടിവെച്ചു. അദ്ദേഹം മരിച്ചില്ല എന്ന് കരുതിയ 2 പ്രാവശ്യം കൂടി, അങ്ങനെ 5 പ്രാവശ്യം വെടിവെച്ചു. അദ്ദേഹം സന്തോഷിച്ചിട്ടുണ്ടാകും, കർത്താവിൻ്റെ 5 തിരുമുറിവുകൾ ഏറ്റെടുക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ എന്ന്. അദ്ദേഹത്തെ അവിടെ വെടിവെച്ചിട്ടിട്ട് അവർ പോയി മരിച്ചു എന്ന് കഴിഞ്ഞു. പക്ഷേ വിശ്വാസികൾ അദ്ദേഹത്തെ എടുത്തു കൊണ്ടുവന്നു. അദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ ഏറ്റവും എളുപ്പമുള്ളത് ഇന്നുള്ള കോട്ടാർ കത്തീഡ്രലിൽ അവിടെയായിരുന്നു. അദ്ദേഹത്തെ അവിടെ ബസിലിക്കയിൽ അവിടെ സംസ്കരിക്കുക. ദേവാലയം അവിടെയായിരുന്നു, വിശുദ്ധ ഫ്രാൻസിസിൻ്റെ നാമത്തിലുള്ളത്. ആ ദേവാലയത്തിൽ അദ്ദേഹത്തെ സംസ്കരിച്ചു. ഇന്ന് പിന്നീട് സംസ്കാരം കൊണ്ട് അവിടെ നിന്നില്ല. 1752 അദ്ദേഹം മരിക്കുന്നത്. 40 വയസ്സ്. 52 മരിച്ച് 56 അദ്ദേഹം 56 കൊച്ചിയിലെ മെത്രാൻ റോമിലേക്ക് എഴുതി, ഇവിടെ ഒരു വലിയൊരു ഭക്തൻ വിശ്വാസി മരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ വീണ്ടും അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തെ വിശുദ്ധനാക്കുന്നതിനെ സംബന്ധിച്ച്, വാഴ്ത്തപ്പെട്ട ഒരു ഗണത്തിലേക്ക് ഉയർത്തുന്നതിനെ സംബന്ധിച്ചുള്ള ആയിട്ടുള്ള ആ കാര്യങ്ങൾ ഒന്നും തെളിയിക്കാനില്ല എന്ന ആർഗ്യുമെൻ്റ് ഡെവിൾസ് അഡ്വക്കേറ്റ് കൊണ്ടുവരുമ്പോൾ ഒന്ന് അദ്ദേഹത്തിൻ്റെ പേര് ദേവസഹായം പിള്ള എന്ന് തന്നെ ചേർത്തു. അദ്ദേഹം പിള്ള എന്നുള്ള പേര് മാറ്റണമല്ലോ, അത് മാറ്റിയില്ലല്ലോ. അപ്പോൾ അത് ഒരു എതിരായിട്ട്. പിന്നെ അദ്ദേഹത്തെ ശിക്ഷയ്ക്ക് വിധിച്ചത് അദ്ദേഹം അഴിമതി ചെയ്തു എന്നതിൻ്റെ പേരിൽ. അതിന് അങ്ങനെ ചെയ്തില്ല എന്നുള്ള തെളിവുകളില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, ഈ വെറും 4 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ കൊച്ചി മെത്രാൻ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കണമെന്ന് എഴുതിയപ്പോൾ ആര് പറഞ്ഞിട്ടാണത്? കാരണം അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ നിന്ന് അത്ഭുതങ്ങളല്ലേ കടന്നു വരുന്നത്. വലിയ അത്ഭുതങ്ങൾ കടന്നു വരികയാണ് അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ നിന്ന്. അതാണ് വലിയത്. അതുകൊണ്ടാണ് അദ്ദേഹം എഴുതിയത്. 1780 കരിയാറ്റി തോമാ മൽപ്പാനും പാറമക്കൽ ഗവർണറോടും റോമിൽ എത്തി. അവർക്ക് ഈ സീറോ മലബാർ സഭയിലെ സ്വാതന്ത്ര്യം വേണമെന്നുള്ള അഭ്യർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് കരിയാറ്റി മെത്രാപ്പൊലിത്തെ ആക്കണമെന്ന് ആവശ്യമായിട്ട് റോമിലേക്ക് എത്തി. അവർ റോമിൽ സമർപ്പിച്ച അപേക്ഷയിൽ ഒരപേക്ഷ ഇതായിരുന്നു: ദൈവസഹായം പിള്ളയെ വിശുദ്ധനാക്കുക. അതായിരുന്നു അവരുടെ അപേക്ഷ കേട്ടോ. അപ്പോൾ അവർ കരുതിയിരുന്നു അദ്ദേഹം വിശുദ്ധനാണെന്ന്, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യുമായിരുന്നില്ല. ഈ 2 കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ വിശുദ്ധന. 1984 പിന്നീടുള്ള കാലഘട്ടങ്ങൾ 1750 പലപ്പോഴും സാമൂഹ്യപരമായ കാര്യങ്ങൾ, മറ്റു പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളുടെ യുദ്ധം, സ്വാതന്ത്ര്യം, ഇംഗ്ലണ്ടിൻ്റേത് എല്ലാം മറന്നു പോയി. പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ ശേഷം ദൈവസഹായം പിള്ള മറവിയിലായി. 1984 അൽമായരുടെ ശക്തമായൊരു സംഘമാണ് ആവശ്യപ്പെട്ടത് ദൈവസഹായം പിള്ള വിശുദ്ധൻ, അതുകൊണ്ട് അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നതിന് വേണ്ട പ്രോസസ്സ്, ആവശ്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടപ്പോൾ മെത്രാൻ്റെ നേതൃത്വത്തിൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ കേസ് എടുക്കുകയും ഇതെല്ലാം പഠിക്കുകയും ചെയ്ത ശേഷം റോം അദ്ദേഹത്തെ 2012 വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കുന്നത്. കോട്ടാറിൽ വെച്ച് തന്നെ വാഴ്ത്തപ്പെട്ടവൻ്റെ പദവിയിലേക്ക് ഉയർത്തുകയാണ്. എന്തൊരു അത്ഭുതമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം, ശക്തമായ ജീവിതം. ധാരാളം അത്ഭുതങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ അടുത്ത നാളുകളിൽ ഒരാളുടെ സാക്ഷ്യം പറഞ്ഞത് വളരെ അടുത്ത നാളിൽ പറയുകയാണ്. അദ്ദേഹത്തിന് ഈ ചില സമുദായങ്ങളുടെ ആചാരപ്രകാരം അവർ വികലാംഗരായിട്ടുള്ള കുട്ടികളൊക്കെ അമ്പലത്തിലേക്ക് കൊടുക്കും. അവർക്ക് അമ്പലത്തിലുള്ള ഓർഫണേജിലും അങ്ങനെയൊക്കെ വളർത്തും. ഈ ദൈവസഹായം പിള്ളയുടെ അവിടെയുള്ള ദേവാലയത്തിനടുത്ത് ഇതുപോലൊരു നടക്കുവാൻ കഴിയാത്ത ഒരു കുഞ്ഞിനെ അവിടെ കിടത്തി. കിടത്തി കഴിഞ്ഞിട്ട് ഈ അടുത്ത നാളിൽ അവിടെ കിടത്തി കഴിഞ്ഞതിന് ശേഷം അവരൊന്ന് ആരെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കും, അങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങും. അദ്ദേഹം പയ്യന് ഒരു ദിവസം പറയുകയാണ്, 2 പേരെൻ്റെ അടുത്തെത്തി, ഒരു ഭാര്യയും ഭർത്താവും. എന്നിട്ട് എന്നോട് ചോദിച്ചു, നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. നീ പോയിട്ട് എനിക്ക് വെള്ളം എടുത്തു കൊണ്ടുവരിക എന്ന് പറഞ്ഞു.
അപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ സാധിക്കാത്ത ആൾ എങ്ങനെയാണ് വെള്ളം എടുക്കാൻ വരിക? എനിക്ക് പറ്റുമോ? നീ പോയി എഴുന്നേറ്റ് വെള്ളം എടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് പോയി വെള്ളം എടുത്തുകൊണ്ട് വന്നു. വെള്ളം കുടിച്ചു. രണ്ടുപേർ, ഭാര്യയും ഭർത്താവും അപ്രത്യക്ഷരായി. തൻ്റെ മാതാപിതാക്കൾ കൊണ്ടക്കിടത്തി, ഇവിടെ ഈ നടയിൽ കൊണ്ടക്കിടത്തി അവിടെ ഉപേക്ഷിച്ച് പോയ മാതാപിതാക്കൾ ഇടയ്ക്ക് വന്ന് അന്വേഷിച്ചു. അവരന്വേഷിക്കുമ്പോൾ നടക്കുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത്. ഇതെന്ത് സംഭവിച്ചു? രണ്ടുപേര് എൻ്റെ അടുത്ത് വന്നു. അവർ ദേവസഹായം പിള്ളയാണ്. പിന്നീട് അദ്ദേഹം, ആ ബാലൻ മുതിർന്ന ആളായി ഒരു വൈദികനായി എന്നാണ് ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ട സാക്ഷ്യം. അതായത് ദൈവസഹായം പിള്ളയുടെ മാധ്യസ്ഥത്താൽ ഇപ്പോൾ ധാരാളം ആളുകൾക്ക് അത്ഭുതം കിട്ടുന്നു. നമുക്ക്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാൻ പ്രാർത്ഥന. എന്തൊരു അത്ഭുതമാണ് വാഴ്ത്തപ്പെട്ട ദൈവസഹായം പിള്ളയുടെ ജീവിതം. നീലകണ്ഠം പിള്ള ദൈവസഹായം പിള്ളയായി മാറുന്നു. ഒരു നിമിഷ നേരം കൊണ്ട്. ദൈവം അത്ഭുതമല്ലേ? അത്ഭുതം പ്രവർത്തിക്കുന്നവൻ. മറവിയുടെ മടിത്തട്ടിലേക്ക് മറഞ്ഞുപോയ ഒരു വലിയ വാഴ്ത്തപ്പെട്ടവൻ വിശുദ്ധനായി തീർന്നു. നമുക്ക് പ്രാർത്ഥിക്കാം 2-3 കാര്യങ്ങൾ. ഏത് പ്രതിസന്ധികളിലും ദൈവത്തെ ഉപേക്ഷിക്കരുത്. ദൈവസ്നേഹം, ദൈവം നമ്മോടൊപ്പമുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുക. മരുഭൂമിയിൽ ഹാഗാറിനെ കണ്ടെത്തി നിൻ്റെ കണ്ണ് തുറക്ക്, ജലം കാണ് എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഏത് പീഡകളിലും കഷ്ടപ്പാടുകളിലും ദൈവത്തിന് വേണ്ടി ജീവിക്കുക. 2, വാഴ്ത്തപ്പെട്ട ദൈവസഹായം പിള്ളയെ വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ അവസരത്തിൽ എന്നെ ശ്രവിച്ച ശാലോം പ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെ കൃതജ്ഞതയും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വാഴ്ത്തപ്പെട്ട ദൈവസഹായം പിള്ളയുടെ വലിയ മാധ്യസ്ഥം വഴി ധാരാളം അനുഗ്രഹം ഇന്ന് നിങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ. അങ്ങനെ വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടുവാൻ കാരണമാകട്ടെ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രക്തസാക്ഷിത്വം ക്രിസ്തുമാർഗ ചരിച്ചോരനേക നിണമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ നടത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം.